എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2077 ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്താരാഷ്ട്ര ആസ്മാ ദിനം. അന്താരാഷ്ട്ര ആസ്മാ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ പ്രീത എം ഉണ്ണി ഇടപ്പള്ളിയിൽ ഡോക്ടർ പ്രീത എം ഉണ്ണീസ് ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് നടത്തി വരുന്നു. പല പ്ലാറ്റ്ഫോമുകളിലും ഡോക്ടർ ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. നമ്മുടെ പ്ലാറ്റ്ഫോമിലും ധാരാളം ക്ലാസ്സുകൾ ഡോക്ടർ ഇതിനകം എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഡോക്ടർ പ്രീത എം ഉണ്ണിയെ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള ഏറെ സ്നേഹം നിറഞ്ഞ ഡോക്ടർമാർ, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡോക്ടർ പ്രീത, നമുക്ക് ആരംഭിക്കാം. വിഷ്ണു എത്തിയിട്ടുണ്ടോ? വിഷ്ണു എത്തി ഷെയർ ചെയ്തോളൂ, ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ. ആദ്യമേ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡോക്ടറെ? എപ്പോഴാണ് ഷെയർ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ലേ ധനേഷ് ഡോക്ടറെ? പ്രീത ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? അപ്പൊ ഡോക്ടർക്ക് തുടങ്ങാം. ഡോക്ടറെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്ന് IFPHന്റെ ഫ്ലോറിലുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ശൈല ഡോക്ടർ പറഞ്ഞത് ഇന്ന് വേൾഡ് ആസ്മ ഡേ. ആക്ച്വലി ഇന്നല്ല, ഇന്ന് 9th ആണ്. എല്ലാ വർഷവും ആദ്യത്തെ ചൊവ്വാഴ്ച, മെയ്യിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ആസ്മ ദിനമായിട്ട്, അന്താരാഷ്ട്ര ആസ്മ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പം അന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കണ്ട് തനേഷ് ഡോക്ടർ പെട്ടെന്ന് എന്നോട് അങ്ങ് ചോദിക്കുകയാണ് ചെയ്തത്, നമുക്ക് 9th ഈ ഒരു സബ്ജക്റ്റ് തന്നെ അങ്ങ് നമുക്ക് ഒരു സെഷൻ അതാക്കാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. പക്ഷേ ഇനഫ് ടൈം എടുത്ത് ഇനഫ് സ്റ്റഫ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് ചില ടെസ്റ്റിമോണിയൽസും കൂടെ കാണിക്കാം. കാരണം 1 hour നമുക്ക് കംപ്ലീറ്റ് ആക്കണമല്ലോ. അതുകൊണ്ട് അതുകൂടെ ഞാൻ ഇടയ്ക്ക് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ ആസ്തമ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇന്നും ലൈഫ് സ്റ്റൈൽ ഡിസീസിനാണ് കറക്റ്റായിട്ടുള്ള മെഡിസിൻ. ഹോമിയോപ്പതിയിലല്ല, ഹോമിയോപ്പതിയിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട്. എന്നാലും അതിനെ കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻ കൊടുത്ത് കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ക്യൂർ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു വരരുത്, ആ ഒരു അവസ്ഥയും കൂടാണ് ഈ ക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത ഒരു കാരണം പല മറ്റുള്ള ചികിത്സാ സമ്പ്രദായത്തിൽപ്പെടുന്ന ഡോക്ടേഴ്സ് ഇതിനൊരു ചികിത്സയേ ഇല്ല എന്നാണ് പറയുന്നത്, എല്ലാം മാനേജ്മെന്റ് മാത്രം. പക്ഷേ ഹോമിയോപ്പതി പോലും ചില ഡോക്ടേഴ്സിന് അതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ഇതിന് കംപ്ലീറ്റ് ക്യൂർ കിട്ടുമോ എന്ന് സംശയിക്കുന്നവരും അത് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ആസ്മ എന്ന് പറയുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്, ക്രോണിക് ആണ് അത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ എയർവേസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹീറ്റ് ഉണ്ട്, പെയിൻ ഉണ്ട്, റെഡ്നെസ് ഉണ്ട്, സ്വെല്ലിംഗ് ഉണ്ട്. ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കാതെ വരും. ആ സമയത്ത് ബ്രീത്ത്ലെസ്നെസ് നമുക്കുണ്ടാകും. ആസ്തമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ആസ്മ ഒരുപാട് റീസൺ കൊണ്ടുണ്ടാകാം. ഞാൻ കൂടുതലും ഇവിടെ ഇപ്പൊ സ്പെസിഫൈ ചെയ്ത് പറയുന്ന അലർജിക് ആസ്മയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതും പറയാം. അപ്പം ഈ ഒരു ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഡയബറ്റിസ് ഒക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. കാരണം ആ ഒരു പേര് ഞാൻ പറയാൻ കാരണം ഇന്നും ഒരു സിസ്റ്റത്തിലും പല ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് മാത്രം ചില കേസസ് ഒക്കെ ഒരു ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ക്യൂർ ചെയ്ത് കൊടുക്കാൻ ചില കേസസിൽ മാത്രം സാധിച്ചിട്ടുണ്ടാവാം ചില ഡോക്ടേഴ്സിന്. പക്ഷെ അതിനും ഏതൊരു ഡയബറ്റിസ് പേഷ്യൻ്റ് വന്നാലും
അതിന് നമ്മൾക്ക് ക്യൂർ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആസ്മ എന്ന് പറയുന്നതും. പക്ഷെ അതിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ 17-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച ഒരു ബുക്കാണ് നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയതെങ്കിലും അതിൻ്റെ അകത്ത് ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും അപ്ഡേറ്റ് ചെയ്യണം ചില കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ അകത്തെ ആ കാതലായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്ന റാപ്പിഡ് എന്ന് തന്നെയാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി എളുപ്പം പറഞ്ഞു തന്ന ഒരു സംഭവമാണ്. ഇന്നും നമ്മളെക്കാളും മേളിൽ പോകാൻ ഉള്ള മെഡിക്കൽ സിസ്റ്റംകാര് ട്രൈ ചെയ്യുന്നത് എളുപ്പം അങ്ങ് മാറുമല്ലോ. പേഷ്യന്റും പറയും ഡോക്ടറെ പെട്ടെന്നൊന്ന് കാണിച്ചു, പെട്ടെന്നൊന്ന് കുറച്ചിങ്ങി വരാൻ. ആ ഒരു പദമാണ് ഒരു പോസിറ്റീവായിട്ട് നിർത്തിയിരിക്കുന്നത്. അതിനെ സത്യത്തിലെ ഹോമിയോപ്പതി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ, ഇതാണ് ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷനാണ്, എന്നാലും നമുക്ക് നിർത്തണം. അതുകൊണ്ട് ഞാൻ പല സെഷനിലും അത് പറഞ്ഞിട്ടുണ്ട്. ആ റാപ്പിഡ് എന്നുള്ള പദം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൂടെ നമ്മളങ്ങ് ശ്രദ്ധിച്ച് ചെയ്താലേ നമ്മുടെ മേളിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് അതുകൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഹോമിയോപ്പതി തന്നെ ആ ഒരു ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കും. അപ്പം ഇത് ഏകദേശം 260+ മില്യൺ ആൾക്കാര് ഈ ഒരു ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ലോകത്ത് ഗ്ലോബലി എടുക്കുമ്പോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ 4,50,000+ ആൾക്കാര് ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആസ്തമ എന്ന് പറയുന്നത്. ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടറിൽ ഒന്നാണ് അലർജൻസ്. ഈ അലർജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡസ്റ്റ്, മൈറ്റ്, അതുപോലെ തന്നെ പോളൻ, പെറ്റിന്റെ ഡാൻഡ്രഫ്. ഇനി നമ്മുടെ ഡാൻഡ്രഫ് തന്നെ ഒരുപാട് പേർക്കും തലേ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഈ ഒരു കണ്ടീഷൻ അവർ എസ്പെഷ്യലി സ്കിന്നാണ് അവരത് കൂടുതലായിട്ട് പറയുന്നത്. സ്നീസിങ്ങും ഉണ്ടാകുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അലർജൻസ് കാരണം ഈ എയർവേസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് മാറി അത് ആസ്മ എന്ന് പറയുന്ന അവസ്ഥയാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ആ ഒരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത് ഇറിറ്റൻസ്, സ്മോക്ക്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല്, പെർഫ്യൂംസിന്റെ, പൗഡേഴ്സിന്റെ, ഇതൊക്കെ കൊണ്ടും എയർ പൊല്യൂഷൻ, ഇതൊക്കെ കൊണ്ടും പെട്ടെന്ന് തന്നെ ട്രിഗർ ചെയ്യും. വെതർ, കോൾഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ഡാമ്പ്, വെറ്റ് വെതർ, കോൾഡ് ക്ലൈമറ്റ്, ഈ അവസരത്തിൽ ഈ കണ്ടീഷനൊക്കെ തന്നെ ഈ ഒരു എയർവേസിൽ ഇത് ട്രിഗർ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് ബ്രീത്ത്ലെസ്നെസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉള്ള ഒരു കാര്യം കൂടാണ്. പിന്നെ മറ്റുള്ള മാറ്റേഴ്സ്, എക്സസൈസ്, ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് ബ്രീത്ത്ലെസ്നെസ് അത് ഫിസിയോളജിക്കലി നമുക്കുണ്ടാകാം. ഓടി കയറി വരുമ്പോഴത്തേനും നമ്മൾ കഥയ്ക്കും, അതല്ല പറയുന്നത്. അവർക്ക് ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട്. കാരണം സെൻസിറ്റീവ് ആണ് ഈ ഒരു ആസ്മ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവരുടെ ലങ്സ്, എയർവേസ് മുഴുവൻ തന്നെ വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് നമുക്ക് ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാവാം. സ്ട്രെസ്, അതാ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രെസ് കൊണ്ട് ഒരുപാട് പേർക്കും ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നവരുണ്ട്. ഈ ആസ്മ പേഷ്യൻസില് കുട്ടികളിലെ എക്സാമിന്റെ ടൈമില് ഭൂരിഭാഗം ആൾക്കാർക്കും വലിവാണ്. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇൻഫ്ലമേഷൻസ് പലർക്കും ഉണ്ടല്ലോ. ചുമ എന്ന് പറയുന്ന ബ്രോങ്കൈറ്റിസ്, ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് വന്നാണ് ബ്രോങ്കൈൽ ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ അങ്ങ് മാറുന്നത്. ചിലർക്ക് അത് COPD ആയിട്ട് മാറുന്നതും. ഇതിൻ്റെ അകത്തെ സിംറ്റംസ് കൂടുതലും വരുന്നത് കഫില്ലാത്ത വിമ്മിഷ്ടവും വരും. കഫ് എസ്പെഷ്യലി മോർ അറ്റ് നൈറ്റ് ആണ്. ആ നൈറ്റിൽ വരാൻ ഒരു കാര്യമുണ്ട്. നമ്മൾ ഡേ ടൈമിലൊക്കെ കൂടുതലും കിടക്കുകയല്ലല്ലോ, എഴുന്നേറ്റിരിക്കുമ്പം ആ മ്യൂക്കസ് വന്ന്, കഫം എന്ന് പറയുന്ന അവസ്ഥ ലങ്സിന്റെ താഴെത്തട്ടിലോട്ട് വന്ന് കിടക്കും. അപ്പം എയറേഷൻ മേളിലൊക്കെ നമുക്ക് സ്ഥലമുണ്ട് ലങ്സിൽ. അപ്പൊ നമുക്ക് ആ മ്യൂക്കസിന്റെ തടസ്സം കൊണ്ടുള്ള കഫ ഒരുപാട് ഉണ്ടാകത്തില്ല, ബ്രീത്ത്ലെസ്നെസ്സും ഉണ്ടാകത്തില്ല. കിടക്കുമ്പം ആ മ്യൂക്കസ് മേളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ആ എയർവേസ് ലങ്സും ഫുള്ളായിട്ട് അങ്ങ് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടും, ചുമയ്ക്കും, എഴുന്നേക്കും. അതാണ് മോസ്റ്റ്ലി ആസ്മാറ്റിക് കംപ്ലൈൻസ്. നൈറ്റിലാണ് അതിന്റെ അഗ്രവേഷൻ കാണുന്നത്, കഫാണെങ്കിലും ബ്രീത്ത്ലെസ്നെസ് ആണെങ്കിലും. ചെസ്റ്റിലെ ടൈറ്റ്നസ്, അത് ഈ കഫമെല്ലാം കൂടെ നിറഞ്ഞ് ചെസ്റ്റ് ടൈറ്റ്നസും കഫിന്റെ ഇതുകൊണ്ട് ഇൻഫ്ലമേഷനും ഇതുമെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് വീസിങ്, നമുക്ക് നമ്മുടെ ക്യാബിന് വരുമ്പോൾ തന്നെ മനസ്സിലാവും. അവരുടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പം വിസിലടിക്കുന്ന പോലെ സൗണ്ട് നമുക്ക് സ്റ്റെത്ത് വെക്കാതെ തന്നെ അത് മനസ്സിലാക്കാനായിട്ട്, കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനെ
വളരെ നല്ല രീതിയിൽ ഇപ്പം അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഗൂഗിളിൽ കിടക്കുന്നതുകൊണ്ട് സംഭവം മുഴുവൻ അവർ പഠിച്ചിട്ടാണ് വരുന്നത്. അല്ലാതെ ഒരു കൂട്ടം ആൾക്കാർ പറയും, ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാണ്, ഇതിന് അവയർനെസ് കൊടുക്കുക, മാനേജ്മെന്റ് മതി എന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ആ അവയർനെസ് അവർ പറയുന്നത് അലർജൻസിനെ ഒഴിവാക്കുക. അലർജൻസിനെ ഒഴിവാക്കാൻ പറ്റുമോ? അന്തരീക്ഷത്തിലുള്ള ഡസ്റ്റ് വേണ്ട, മൈറ്റ് വേണ്ട, പോളൻ ഉണ്ടാകരുത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അലർജൻസിനെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അതുപോലെ ഇറിറ്റൻസ് പാടില്ല. സ്മോക്ക് ഒരു നമ്മളൊരു സമൂഹത്തിലേക്ക് പോകും, അവിടെ സ്മോക്ക് ചെയ്യുന്നവർ കാണും. നമുക്ക് അവരൊക്കെ സ്മോക്ക് ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ വെതർ ചേഞ്ച് അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ സ്ട്രെസ് കുറയ്ക്കുക. ആർക്കാണ് ടെൻഷൻ ഉണ്ടാകാതിരിക്കുന്നത്? അതിനെ നമ്മൾ ആ സമയം പിന്നെ അതിന്റെ ഇന്റൻസിറ്റി, ചിലർ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യും, ചിലർ അത് അത്ര കാര്യമാക്കത്തില്ല, അത്രയും വെയിറ്റ് ആയിട്ട് അവരെടുക്കത്തില്ല എന്നൊക്കെ ഉള്ളൂ. പക്ഷെ സ്ട്രെസ് ഇല്ലാതിരിക്കുമോ? ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നമ്മൾ പലവിധ ടെൻഷനിൽ കൂടാണ് കടന്നു പോകുന്നത്. അപ്പം ഇങ്ങനൊക്കെ വരുമ്പോഴത്തേന് ഓരോ പ്രാവശ്യം അതുപോലെ ഈ ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അങ്ങ് ഡൗൺ ആക്കും. പെട്ടെന്ന് കുറയുക എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ 10 ദിവസം 12 ദിവസം കഴിച്ചിട്ട് ഇമ്മ്യൂണിറ്റി അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു കണ്ടീഷനിലേക്കാണ് വരുന്നത്. അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഏത് മെഡിസിൻ ഉപയോഗിക്കണമെന്ന് പബ്ലിക്കൂടെ, ജനമാണ് ഇത് കൂടുതലും മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കി അവർ മുമ്പോട്ട് പോവുക. അപ്പം കൊടുക്കുന്ന അഡ്വൈസും അതുപോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ അലർജൻസിനെ എല്ലാം അങ്ങ് ഒഴിവാക്കിയേക്കുക. അതുപോലെ ചെക്കപ്പ് ചെയ്യുക, സ്പൈറോമെട്രി ഒക്കെ ഉപയോഗിച്ച് ആഴ്ച ചെക്കപ്പ് ചെയ്യുക, ഇൻഹേലർ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഒരു പെർമനന്റ് ആയിട്ട്, ഇത് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഡോക്ടേഴ്സ് അല്ലാത്തവർ ഈ ഒരു ഫ്ലോറിലുണ്ട്. ഈ മെഡിക്കേഷനിലൊക്കെ പോയാൽ പെട്ടെന്നുള്ള റിലീഫ്. ശരിയാണ്, ശ്വാസം എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഈ ടെസ്റ്റിമോണിയലൊക്കെ തരുമ്പം ആദ്യത്തെ പബ്ലിക് എന്നോട് പറഞ്ഞിരുന്ന ഒരു അവസ്ഥ, ഡോക്ടർക്ക് അത് മനസ്സിലാകത്തില്ല, ശ്വാസം എടുക്കാതെ ഒരു സെക്കൻഡ് ഇരുന്നാലുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സൗഖ്യം മറ്റുള്ളവരോട് അറിയണം, ഞങ്ങൾക്ക് ഓരോ വീട്ടിലും ചെന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ നിർബന്ധത്താലാണ് ആദ്യം ഞാൻ ഓരോ വീഡിയോസും ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അത് ഞാനിപ്പം കാണിക്കാം. അത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് മാറിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് പെർമനന്റ് ആയിട്ട് അത് കൊടുക്കാൻ സാധിക്കും. ഞാനിത് വീണ്ടും പറയുന്നത്, പല ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ ഇതിനെ സാധിക്കുമോ, പെർമനന്റ് ആയിട്ട് അത് മാറുമോ എന്ന് ചോദിച്ചു. മാറിപ്പോകും. സാറേ, അതിന്റെ ആ ഒരു ഫസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? ധനേഷ് ഡോക്ടർ. അല്ല, ധനേഷ് ഡോക്ടർ അല്ല, വിഷ്ണു ആണ് ഷെയർ ചെയ്യുന്നത്. വിഷ്ണു എത്തിയിട്ടുണ്ടോ? വിഷ്ണു ഉണ്ട് ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്താട്ടെ. പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, അത് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നു. വിഷ്ണു ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. വീഡിയോ അത് തന്നെയാണ്, അതൊന്ന് ഓപ്പൺ ആക്കാൻ പറ്റുമെങ്കിൽ. മുമ്പോട്ട് പോയി, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ ആ ഒരു അഡ്വൈസ് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഇതൊക്കെ അലർജൻസിനെ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊന്നും നടക്കാത്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടേഴ്സും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപാട് കാലം മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാലം മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് ഇല്ല, ആ ഒരു അവസ്ഥ ഇല്ല. അതുപോലെ തന്നെ അലർജൻസിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രായോഗികമായ ഒരു സംഭവമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അഡ്വൈസ് കൊടുക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിലെ രോഗം മാറ്റിക്കളയുക എന്നൊരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. പ്രോപ്പർ മെഡിക്കേഷൻ അത് പ്രോപ്പറായിട്ട് അത് കറക്റ്റ് ടൈമിൽ കഴിക്കുക, എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുത്തോളുക. ആ ഒരു കാര്യം മാത്രമാണ് ഏതൊരു രോഗാവസ്ഥയിലും ചെയ്യേണ്ടത്, അത് മാത്രമാണ്. ഏതെങ്കിലും വീഡിയോ ഓൺ ആകുന്നു? അതുപോലെ 4 ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്താലും മതി. ഒന്നും കണ്ടില്ല കേട്ടാ, ഒന്നുകൂടെ ഒന്ന് ട്രൈ ആണോ? ചെയ്യോ? കണ്ടില്ലല്ലോ, നമ്മൾ കേട്ടില്ല. ഇനിയും ഓരോ ആസ്മ പേഷ്യൻസിനെ നമ്മൾ അത് കേസ് ടേക്കിംഗ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ചെസ്റ്റ് കംപ്ലൈന്റ് തന്നെയാണോ? കാരണം വേറെ ഒരുപാട് റീസൺ കൊണ്ട് നമുക്ക് ആസ്മാറ്റിക് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാവാം. അതിലെ ആദ്യം നോക്കുമ്പോഴത്തേന് ലങ്സിൽ, അത് വെറ്റ് ആസ്മയും ഉണ്ട്, ഡ്രൈ ആസ്മയും ഉണ്ട്. ലങ്സിൽ കഫക്കെട്ടുണ്ടോ? അതുപോലെ തന്നെ വീസിങ്, ക്രൂപ്പ് ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ?
വെറ്റ് ആസ്മയാണെങ്കിൽ അവരുടെ മറ്റുള്ള സിംറ്റത്തിൽ നിന്നും കൂടെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഫമുണ്ടോ, ഇതെല്ലാം തന്നെ നമ്മൾ ഹെഡ് ടു ഫുട്ട് കാര്യങ്ങൾ ചോദിക്കുമല്ലോ. എസ്പെഷ്യലി ലങ് കംപ്ലൈന്റ് കൂടുതലായിട്ട് ചോദിക്കും. വീഡിയോ പ്ലേ ചെയ്യാൻ അല്ല, ചെയ്യുന്നുണ്ടോന്നാ ചോദിക്കുന്നത്. വിഷ്ണു ഇല്ല ഇല്ല. പ്ലേ ചെയ്യുന്നില്ല, ഇപ്പൊ സ്ക്രീനേ ഇല്ല. വെറ്റ് ആസ്മ എന്ന് പറയുന്ന കണ്ടീഷനിൽ ചെസ്റ്റ്, അതായത് കഫക്കെട്ട് ഒരുപാടുണ്ടാകും. ആ ചെസ്റ്റ് ക്ലിയർ ആക്കാൻ ഏറ്റവും നല്ല മെഡിസിൻ ആണ് 2 ഉള്ളത്, ആന്റിൻഡാർട്ടും എപ്പിക്കാക്കും. അതിന്റെ കോമ്പിനേഷൻ വളരെ നമ്മളെ ഹെൽപ്ഫുൾ ആണ്. അത് ഈവൻ നല്ല സഫറിങ് ആണെന്നുണ്ടെങ്കിൽ 1 അവർ ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒരു 24 hours കൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട്, ആ കഫം മുഴുവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്ക് എയറേഷൻ കറക്റ്റായിട്ട് ഓക്സിജൻ ചെല്ലുകയും ചെയ്യും, ബ്രീത്ത്ലെസ്നെസ് എന്നുള്ള അവസ്ഥ മാറി കിട്ടുകയും ചെയ്യും. ഇനി ഡ്രൈ ആസ്മ ഉണ്ട്. ഈ ഡ്രൈ ആസ്മയില് വിതൗട്ട് മ്യൂക്കസ് ആണ്. പക്ഷെ നമുക്ക് സ്റ്റെത്ത് ഉപയോഗിച്ച് നോക്കിയാൽ സ്പോഞ്ചിയയുടെ ചെസ്റ്റ് തന്നെ കിട്ടും. സ്പോഞ്ചിയയുടെ ചെസ്റ്റ് നമുക്ക് അറിയാം, ഒരു തടിക്കഷ്ണത്തെ ഒരു വാള് വെച്ചിറക്കുമ്പോൾ വളരെ കറന്നുള്ള സൗണ്ടാണ്. ആ കറക്റ്റായിട്ട് ആ സൗണ്ട് തന്നെ നമുക്ക് കിട്ടും. തന്നെയല്ല, കഫം ഒട്ടും തന്നെ ഉണ്ടായിരിക്കത്തില്ല, ശ്വാസം മുട്ടൽ അവർക്കുണ്ട് താനും. ഇങ്ങനെയുള്ള ഈ ഡ്രൈ ആസ്മാറ്റിക് കണ്ടീഷൻസിലും നമുക്ക് COPD-യിലൊക്കെ അത് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ചെസ്റ്റിന് ഒരുപാട് കൺജഷൻ ഉണ്ടായിരിക്കും. ആ അവസ്ഥയിൽ സ്പോഞ്ചിയ എന്ന് പറയുന്ന മെഡിസിൻ 200 തന്നെ കൊടുത്താൽ വളരെ വ്യത്യാസം. ഇതെല്ലാം പറയുന്നവർക്ക് ഒരു 24 hours കൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ, ആ ഒരു ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വളരെ വ്യത്യാസം ഉണ്ടാകും. പിന്നെ സൈനസൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലും ഈ പറഞ്ഞതുപോലെ അത് പറ്റുന്നത് 2 സൈനസിലും, അതായത് ഐബ്രോസിന്റെ മേലിലുള്ള സൈനസിൽ നിന്നും കണ്ണിന്റെ താഴെയുള്ള സൈനസിൽ നിന്നും ഇൻഫെക്ഷൻ, സൈനസൈറ്റിസ് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതിന്റെ ആ മ്യൂക്കസ് ഇറങ്ങി മൂക്കിനകത്ത് മൂക്കടപ്പ് നല്ലോണം ഉണ്ടാകും. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തോണം, മൂക്കിന്റെ അടപ്പ് കൊണ്ടുള്ള ശ്വാസം മുട്ടലാണോ അതോ ചെസ്റ്റിൽ നിന്നുള്ള കംപ്ലൈന്റ് ആണോ എന്നുള്ളത്. ഇറങ്ങിയിട്ട് ത്രോട്ടിൽ വന്നിട്ട് ലങ്സിലോട്ടും കൂടെ ആ മ്യൂക്കസ് അങ്ങ് പോകും. അത് പോയി കഴിയുമ്പോഴത്തേന് ശ്വാസം മുട്ടൽ, അതായത് ആസ്മാറ്റിക് വീസിങ് പോലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിന്റെ റീസൺ സൈനസൈറ്റിസിൽ നിന്നാണ്. സൈനസിലുള്ള മ്യൂക്കസ് ആണ് ഈ ഫോം ചെയ്തുണ്ടാകുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഓരോ തരവും കറക്റ്റായിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ആസ്മാറ്റിക് കണ്ടീഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കംപ്ലൈന്റില് നമ്മൾ സൈനസൈറ്റിസിനുള്ള മെഡിസിൻ കൊടുത്താൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ചെസ്റ്റിലെ മാറാൻ വേണ്ടി ആന്റിഡാർട്ടും എപ്പിക്കാക്കും കൊടുത്താൽ അത് പെട്ടെന്നൊന്ന് മാറും. പക്ഷേ ഫർദർ അതിന്റെ വരുന്ന കംപ്ലൈന്റ് ഫോം ചെയ്ത് പിന്നെയും കഫം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലിബൈക്ക്, അതുപോലെ ബ്രയോണിയ, ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് കിട്ടുന്ന ഒരു സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തില് ഈ 2 മെഡിസിനും വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്തത് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്. ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ടും ആസ്മാറ്റിക് അവസ്ഥ ഉണ്ടാകും. അപ്പം വരുന്നവരോട് ചെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ ചോദിക്കണം. അതായത് പിന്നെ ഇൻഡൈജഷനോ അല്ലെങ്കിൽ അസിഡിറ്റിയോ എന്തെങ്കിലും ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഗ്യാസ് ഫോം ചെയ്യും. അത് മേളിലോട്ട്, സ്റ്റൊമക്കിൽ നിന്ന് മേളിലോട്ട് ഡയഫ്രത്തെ മേളിലോട്ട് പൊക്കി അങ്ങ് നിർത്തും. വയറ് പെരുത്ത് കെട്ടി നിൽക്കുകയാണോ എന്നുള്ള കാര്യം അവരോട് പ്രത്യേകം ചോദിക്കുക. ആ ഡയഫ്രം താഴോട്ട് പോകാത്തപ്പം ലങ്സിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കത്തില്ല, ശ്വാസം മുട്ടൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആ ഗ്യാസ്ട്രൈറ്റിസിനുള്ള മെഡിസിൻ, അതായത് നക്സോമിക്ക, കാർബോവിജ്, ഇതൊക്കെ വളരെ, കാർബോവിജ് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ടുള്ള വീസിങ് പോലും ഉണ്ടാകുന്നതിന് കാർബോവിജ് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. ഏതവസ്ഥയാണ് കാരണം ഗ്യാസ്ട്രിക് കംപ്ലൈന്റിന് ഒരുപാട് മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ട്. ലൈക്കോപ്പൊഡിയ ഉണ്ട്, ചൈനയുണ്ട്, കാർബോവിജ് ഉണ്ട്, നെക്സോമിക്ക ഉണ്ട്, ഒരുപാട് വേറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ ഏതാണ്, കാൽക്കേരിയ കാർബൊക്കെ ഉണ്ട്, ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടെന്നുള്ള അവരുടെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റും കൂടെ എടുത്ത് ആ മെഡിസിനും കൂടെ ആഡ് ചെയ്താൽ, ചിലപ്പം ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കൊണ്ട് മാത്രമുള്ള ആസ്മ ആയിരിക്കാം, അപ്പൊ ആ മെഡിസിൻ മാത്രം കൊടുത്താൽ മതി, അത് മാറിക്കിട്ടും. അടുത്തത് ടെൻഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥയൊന്നും നമുക്ക് മാറ്റിക്കളയാനൊന്നും പറ്റത്തില്ല. അപ്പം ആ ഒരു ടെൻഷന്റെ അവസ്ഥയിൽ വളരെയധികം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അക്വണൈറ്റ് കൊടുത്താൽ ആ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ബ്രീത്ത്ലെസ്നെസ്സിന് വളരെയധികം മാറ്റം. അക്വണൈറ്റ് ഒരുപാട് നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള പ്രോബ്ലത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. മാനസികമായിട്ടുള്ള പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഡിസീസിനും വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഏത് സംഭവമാണേലും നിൽക്കുന്ന ഒരു മെഡിസിനാണ് അക്വണൈറ്റ് എന്ന് പറയുന്നത്.
ആ പേഷ്യന്റിനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. ഇവർക്ക് ഇവരുടെ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇവർ പറയുന്നതോ മറ്റുള്ളവർ കേൾക്കുന്നത് ഇവർക്ക് താല്പര്യമില്ല. കൂടെ വരുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കും, ആരും ആയിക്കോട്ടെ. അവരത് കേൾക്കാനുള്ള താല്പര്യം അവർക്കില്ല. രണ്ടാമത്, ഇവരെ എന്തെങ്കിലും നമ്മളൊന്ന് കുറ്റപ്പെടുത്തിയാല് അവർ രഹസ്യമായിട്ട് അവരുടെ ചെവിയിലൊന്ന് കുറ്റപ്പെടുത്തിയാൽ അവർക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവരെ എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞാൽ അവർക്കത് അസഹനീയമാണ്. അവർ പിന്നെ ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് വരിക പോലുമില്ല. അത്രമാത്രം എനിക്ക് തോന്നുന്നു അത്ര ഈഗോ ഉള്ള ഒരു വ്യക്തികളാണെന്ന് തോന്നുന്നു. കാരണം ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും അക്കോണൈറ്റ് തന്നെയാണ്. കാരണം ഞാനത് സൂചിപ്പിക്കാൻ തന്നെ കാരണം എൻ്റെ അടുത്ത് ഒരു ക്രോണിക് വൊമിറ്റിംഗ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും ജസ്റ്റ് ഒരു കവിള് ടീയോ കോഫിയോ അല്ലെ വെള്ളം തന്നെ ഇറക്കിയാലും അത് ആ നിമിഷം തന്നെ ഒരു 2 മിനിറ്റിനകം തന്നെ അത് വൊമിറ്റ് ചെയ്ത് പോവുക. അങ്ങനെ ആ കണ്ടീഷനിൽ വന്നപ്പം എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ടാണ് വന്നത്. വളരെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവിധമായിട്ടുള്ള ടെസ്റ്റുകളും പേപ്പറും എല്ലാം ആയിട്ടാണ് വന്നേക്കുന്നത്. അവിടുന്ന് സൈക്കാട്രിയെയും കാണിച്ചു, സൈക്കോളജിസ്റ്റിനെയും കാണിച്ചു, എല്ലാം കഴിഞ്ഞ് വെച്ചാണ് വന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ വൊമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്ന് ചോദിച്ചു വന്നപ്പോൾ പലവിധ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ട്, വേറെ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ആ കംപ്ലൈന്റ് എല്ലാം നോക്കി ക്രോണിക് ഹെഡേക്കും ഒക്കെ ഉണ്ട്. ഹെഡേക്കിന്റെ ഒക്കെ അവസരത്തിലും നമുക്കറിയാം മൈഗ്രെയിന്റെ ഒക്കെ അവസരത്തിലും വൊമിറ്റിംഗ് ഉണ്ടാവാം. അപ്പം ആ സമയത്ത് ഞാൻ ഈ പയ്യന് ഗ്യാസ്ട്രൈറ്റിസിന്റെ പല മരുന്നും കൊടുത്തു നോക്കി, നെക്സോമിക്ക ഉൾപ്പെടെ പല മെഡിസിനും വളരെ ഹയർ പൊട്ടൻസി ഒക്കെ കൊടുത്തു. എല്ലാം ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പിനാണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ സകലതും പോയിട്ട് അവന്റെ വെയിറ്റ് തന്നെ ഒരുപാട് കുറഞ്ഞു. മിനറൽസോ വൈറ്റമിൻസോ ഒന്നും ചെല്ലാതെ പല്ലിന്റെ ഒക്കെ കളർ വരെ ചേഞ്ച് ആയി. വായിലോട്ടൊന്നും വെക്കാൻ വയ്യ, വായിക്കകത്ത് മുഴുവൻ പല്ലിന് അതികഠിനമായ വേദന, ഇങ്ങനെല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ പല മെഡിസിനും കൊടുത്തിട്ട് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ആണല്ലോ, അത് ബാക്കിയുള്ള കംപ്ലൈന്റ് എല്ലാം എടുത്തിട്ട് നിന്നില്ല. അവസാനം അക്കോണൈറ്റ് ആണ് കൊടുത്തത്. അക്കോണൈറ്റിന്റെ ഒരു സിംഗിൾ ഡോസ് കൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആയി. അപ്പം ആ ഒരു ടെൻഷൻ അവന് മാനസികമായിട്ട് അവന്റെ കോളേജിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ അവനെ ഇൻസൾട്ട് ചെയ്തു. അതിൽ നിന്ന് തുടങ്ങി അന്ന് എന്തോ എനിക്ക് തോന്നുന്നു ആ ഇൻസൾട്ട് കേട്ട് അപ്പൊ തന്നെ ആദ്യം ഇളകിയതാന്ന് തോന്നുന്നു. ആ ഒരു കംപ്ലൈന്റിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അക്കോണൈറ്റ് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പല ഇത് നോക്കിയിട്ടും അക്കോണൈറ്റ് ഒന്നിനെന്നല്ല, ഈ മനസ്സിന്റെ ടെൻഷൻ കൊണ്ട് ഇപ്പൊ തലവേദന വന്നു, അല്ലെ വൊമിറ്റിംഗ് വന്നു, അല്ലെങ്കിൽ ആസ്മ വന്നു, ഇതെല്ലാം തന്നെ ആ മെന്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അക്കോണൈറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ എക്സാമിന്റെ ടൈമിലൊക്കെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ്, ജൽസീമിയ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ശ്വാസം മുട്ടലെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ജൽസീമിയ ഒന്നും നമുക്ക് വരത്തില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിച്ചോണം, അവർക്ക് ഏത് തരത്തിലാണ് ടെൻഷന്റെ കൊണ്ടാണ് ഇതുവരെയും കുറഞ്ഞിരിക്കുമായിരുന്നു പെട്ടെന്ന് കൂടി. അപ്പൊ ആ സാഹചര്യം എന്താണ് അവരിൽ ഉണ്ടായ ഇപ്പൊ സ്ട്രെസ്സിനുള്ള കാരണം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി നമ്മൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറിക്കിട്ടും. ജൽസീമിയ ഇങ്ങനെയുള്ള ടെൻഷന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു പിരിയല്, നമുക്കൊരു ലോസ് വരുന്ന അവസരത്തിൽ, അതായത് ഒരു മരണം, ഒരു ഡിവോഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ചില അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും തന്നെ, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, നമ്മളിൽ നിന്നൊന്ന് പിരിഞ്ഞു മാറുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുന്ന അവസരത്തിൽ ഇഗ്നേഷ്യ വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഇഗ്നേഷ്യയും ഈ അക്കോണൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഇഗ്നേഷ്യയുടെ കംപ്ലൈന്റ് കൊണ്ട് ഇത് മൈൻഡ് ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള രോഗങ്ങൾ ഇൻക്ലൂഡിങ് പിന്നെ മെൻസ്ട്രൽ കംപ്ലൈന്റ് പോലും ആ സമയത്ത് മെൻട്രേജിയ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവർക്ക് ഉണ്ടാകുന്ന ആ മെന്റൽ ടെൻഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. സിവിയർ ആയിട്ടുള്ള ആസ്മ ഉണ്ടാകുന്നവരുണ്ട് ടെൻഷൻ കൊണ്ട്. അപ്പം ആ മെഡിസിൻസ് ആണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത്. പിന്നെ കോമൺ ആയിട്ടുള്ള കുറെ മെഡിസിൻസ് ഉണ്ട്. ആ കോമൺ മെഡിസിൻസ് എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും ഞാൻ വളരെ കുറച്ച് മെഡിസിൻസ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ആഴ്സനിക് ആൽബം ഉണ്ട്. ആഴ്സനിക് ആൽബം വരുമ്പോഴത്തേന് മിഡ് നൈറ്റ് ആണ്, എല്ലാം അറിയാം. അതിന്റെ അഗ്രവേഷൻ വരുന്ന ടൈം നമുക്കറിയാം, മിഡ് നൈറ്റ് ആണ് അതിന്റെ അഗ്രവേഷൻ വരുന്നത്. അതുപോലെ തന്നെ കോൾഡ് വെതറിലും ഡസ്റ്റും ഒക്കെ കൊണ്ട് ട്രിഗർ ആകും ഈ ഒരവസ്ഥ. അതുപോലെ വീസിങ്ങും റെസ്റ്റ്ലെസ്നെസ്സും. റെസ്റ്റ്ലെസ്നെസ് പറഞ്ഞപ്പോഴാണ് ആഴ്സനിക് ആൽബവും
ഇതുപോലെ പല പേഷ്യൻസിനും 4 വയസ്സുള്ള ഒരു കുട്ടി ഒരു ദിവസം വന്ന് അവന് ആസ്മ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ ശ്വാസം മുട്ടൽ വരുമ്പോൾ ഒന്ന് അടങ്ങിയിരിക്കാനാ നോക്കുന്നത്. ആസ്മ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഇരിക്കത്തുമില്ല, അവനെ പിരിപിരിപിരാന്ന് അവന്റെ നടപ്പ്. അപ്പോഴും നടപ്പിന്റെ സ്പീഡ് കൂടുകയും ചെയ്യും. അപ്പൊ ഇവനെ ക്ലിനിക്കിൽ കൊണ്ടുവന്നപ്പോൾ ഒരു തരത്തിൽ അവർക്ക് ജസ്റ്റ് എനിക്കൊന്ന് നോക്കാൻ പിടിച്ചിരുത്തേണ്ട ഒരു അവസ്ഥ വന്നു. ഇങ്ങനെ ക്ലിനിക്കിൽ കിടന്ന് വട്ടം കറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം ആർസനിക് അതുപോലെ തന്നെ വേറൊരു ലേഡിയുടെ ഹസ്ബൻഡ് വന്നതിനോട് പറഞ്ഞതാണ്, ഇവര് ആസ്മാറ്റിക് കണ്ടീഷൻ ശ്വാസം മുട്ടൽ തുടങ്ങുമ്പോൾ ഭയങ്കര വീട് അടിച്ചുവാരലും തുടക്കലും അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കൈകൊണ്ട് ചിലപ്പോൾ കുനിഞ്ഞിരിക്കാൻ ഭയങ്കര കാലുകൊണ്ടാണ് തുടപ്പിൽ നടത്തുന്നത്. അവർക്ക് വളരെ റെസ്റ്റ്ലെസ്, ഇരിക്കത്തില്ല അവര്. അതുപോലെ വേറൊരു ലേഡിയുടെ പറഞ്ഞു, രാത്രിയിലെ കംപ്ലൈന്റ് തുടങ്ങുമ്പോഴത്തേന് രാത്രിയല്ല, റൂം വിട്ട് പോകാൻ വയ്യ. ആ റൂമിലിരിക്കുന്ന ബുക്കുകൾ അടുക്കുക, ഡ്രസ്സുകൾ അടുക്കുക. അപ്പോഴാണ് അവർക്ക് ജോലി കൂടുന്നത്. ആ ഒരവസ്ഥ ആഴ്സാൽബിൻ ഒരുപാട് പേരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല ഒരു മെഡിസിനുമാണ്. അടുത്തത് നേട്രോസൾഫ്, അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആണ്. ആർസനിക് ആൽബത്തിന്റെ കൂടുതൽ സിംറ്റംസ് കാണിക്കുന്ന ഒരു മെഡിസിനാണ് നേട്രോസൾഫ് എന്ന് പറയുന്നത്. അത് ഡാമ്പ്, ഹ്യൂമിഡ് ക്ലൈമറ്റ്, അതൊക്കെ നമുക്കറിയാം. അതിലൊക്കെയാണ് വളരെയധികം കൂടുതലായിട്ട് കാണും, എസ്പെഷ്യലി ഏർലി മോർണിംഗില്. കാലികാർബിന്റെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നേട്രോസൾഫ്. തന്നെയല്ല, പല ഡിസീസിനും ഈ ആർസനിക് ആൽബം നേട്രോസൾഫും കൂടെയുള്ള കോമ്പിനേഷൻസ് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഏർലി മോർണിംഗിലാണ് ഇതിന്റെ ഈ ആസ്മാറ്റിക് കണ്ടീഷന് ബ്രീത്ത്ലെസ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പിക്കാക്ക് എന്ന് പറയുന്നത് സ്പാസ്മോഡിക് കഫുമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത നോസിയായും വൊമിറ്റിങ്ങും. ചിലപ്പം കുറച്ച് കഫം അങ്ങ് വൊമിറ്റ് ചെയ്ത് പോകട്ടെ എന്ന് പോലും നമുക്ക് അതൊരു സന്തോഷമായിട്ട് തോന്നും. എപ്പിക്കാക്ക് പിന്നെ ഏത് വൊമിറ്റിംഗ് കണ്ടീഷനും, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഒന്ന് പറയുകയാണ്. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയില് നമുക്ക് മോർണിംഗ് സിക്നെസ് ഉണ്ടാകും. ആ സമയത്തെ ആ നോസിയയ്ക്കും വൊമിറ്റിങ്ങിനും എപ്പിക്കാക്കിന് വളരെ നല്ല റെമഡിയാണ്. അതിന്റെ 1 or 2 ഡോസ് കൊടുത്താൽ മതി. ആ ഒരു വൊമിറ്റിംഗ് എന്ന് പറയുന്ന അവസ്ഥ ഒരുപാട് ലേഡീസും സഫർ ചെയ്യുന്നവരുണ്ട്. പലരും ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്ത് IV കൊടുത്ത് കിടക്കേണ്ട അവസ്ഥ വരെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇത് എപ്പിക്കാക്കിന് നല്ല മെഡിസിനാണ്. അതിന്റെ 200 കൊടുത്താൽ മതി. 1 or 2 ഡോസ് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു അവസ്ഥ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, വെറ്റ് ആസ്മയുടെ അവസ്ഥയിൽ ആന്റിഡാട്ടും എപ്പിക്കാക്കും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ 24 hours എനിക്കത് വളരെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും അനുഭവം കിട്ടിയിട്ടുണ്ട്. ആ നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ തന്നെ അവരുടെ ആ ചെസ്റ്റിന്റെ 1 or 2% കാണത്തുള്ളൂ പിന്നെ ആ ചെസ്റ്റിലെ മ്യൂക്കസിന്റെ അവസ്ഥ. അതുപോലെ ആന്റിഡാട്ടിന്റെ റാറ്റിലിംഗ് കഫ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റെത്ത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും. അതുപോലെ ഫുൾ ഓഫ് മ്യൂക്കസ് ആണ്. നെക്സ്റ്റ് കാലിബൈക്കിന്റെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം, അവരുടെ സൈനസിന്റെ കംപ്ലൈൻസ് കൂടെ നമ്മൾ എടുത്തിരിക്കണം. അത് കാണുമ്പം അതുകൊണ്ടാണ് മ്യൂക്കസ് ഫോർമേഷനും ലങ്സിൽ ചെന്നിട്ടുള്ള ശ്വാസം മുട്ടലെങ്കിൽ ആ മെഡിസിൻ, അതായത് കാലിബൈക്കോ ബ്രയോണിയോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കോംപ്ലിമെന്ററി മെഡിസിനാണ്. അത് രണ്ടും കൂടെ കൊടുത്താലും വളരെ പെട്ടെന്നാണ്. കാരണം ആ മ്യൂക്കസ് പ്രൊഡക്ഷൻ അവിടുന്ന് നിൽക്കുകയാണ്, സൈനസിന്റെ ഇൻഫ്ലമേഷൻ അവിടെ തീർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഫർദർ പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ ആ ഫർദർ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാലിബൈക്ക് കൊടുക്കാൻ കാലിബൈക്ക് നല്ല ഒരു മെഡിസിനാണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത് എളുപ്പം കൊടുക്കുകയും ചെയ്യും. ആക്ഷൻ വളരെ സ്പീഡാക്കി കൊടുക്കും ബ്രയോണിയായും. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്പോഞ്ചിയ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ ബാർക്കിംഗ് കഫാണ്. 2 മെഡിസിൻ അതിന്റെ കൂടെ, ഡ്രൊസേറ ആൻഡ് സ്പോഞ്ചിയയും കൂടെ. ഡ്രൈ കഫ് വിത്ത് വീസിങ്, ഡ്രൈ കഫ് വിത്ത് ബ്രീത്ത്ലെസ്നെസ് എന്ന് വരുന്നിടത്ത് സ്പോഞ്ചിയായും ഡ്രൊസേറ ആ കഫിനെ ഞാൻ കൺട്രോൾ ചെയ്യും. സ്പോഞ്ചിയ കൊടുത്താല് വളരെ ഉപകാരപ്രദമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിക്കിട്ടും. തന്നെയല്ല, സ്പോഞ്ചിയയുടെ ലങ്സും നമുക്കതൊരു പ്രത്യേക തരത്തിലാണ് അതിന്റെ സൗണ്ട്. അത് വെച്ചാൽ നമുക്ക് സ്റ്റെത്ത് വെച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും സ്പോഞ്ചിയ തന്നെയാണ് എന്നുള്ളത്. പൾസാറ്റില ഉണ്ട്, വീസിങ് വേഴ്സൺ വാം ക്ലൈമറ്റിലാണ് അത് കൂടുതലും പൾസാറ്റിലയുടെ ബ്രീത്തിൽ ആസ്മാറ്റിക് കണ്ടീഷൻ വേഴ്സ് ആകുന്നത്. പൾസാറ്റിലെ പേഷ്യന്റിന് എപ്പോഴും ഓപ്പൺ ആയിട്ട് അവരെയൊക്കെ തിയേറ്ററിലൊക്കെ കൊണ്ടുപോയാൽ അവർ ഇടയ്ക്കോട്ട് കയറിയിരിക്കത്തില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടുക്കമുള്ളിടത്തിരിക്കുക. ഓപ്പൺ സ്പേസിലാണ് അവർക്ക് എപ്പോഴും റിലീഫ് കിട്ടുന്നത്.
അപ്പൊ ഇച്ചിരി കൂളായിട്ടുള്ള ഫ്രഷ് എയറോ ഒക്കെ കിട്ടിയാൽ പലരും നമ്മൾ അന്തം വിടും. തണുപ്പ് അടിച്ചാലാണ് ഒരുപാട് പേർക്കും ആസ്മ ഇളകുന്നത്. പക്ഷേ പൾസാറ്റിലെ പേഷ്യന്റ് അവർക്ക് ഇച്ചിരി തണുപ്പ് കിട്ടിയാൽ അവർക്ക് വലിയ ശ്വാസം മുട്ടലില്ല. ഒരുപാട് പേര് അത് പറയും. AC അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ അന്തം വിടും. ഒരു കഫെന്നും ബ്രീത്ത്ലെസ്നെസ് ഒക്കെ പറയുമ്പോഴത്തേന് അവിടെ കൂടുതലും ചൂടായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നത്. പക്ഷെ പൾസാറ്റിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഫോസ്ഫറസിനെ എളുപ്പം കണ്ടുപിടിക്കാം. മിക്കവാറും ന്യൂമോണിയാക്കൽ കണ്ടീഷനിലാണ് നമ്മളത് കൊടുക്കുന്നത്. വീസിങ്ങും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകും. എപ്പോഴും സ്പ്യൂട്ടത്തിന്റെ കൂടെ ചിലപ്പം ബ്ലഡിന്റെ സ്റ്റെയിൻ കാണാൻ ഇടവരും. മോസ്റ്റ്ലി ഒന്നുകൂടെ ട്രൈ ചെയ്തോളൂ. ഒന്ന് നോക്ക്, മാക്സിമം ട്രൈ ചെയ്യാമെന്ന് നോക്ക്. കാരണം മറ്റുള്ളവർക്ക് ഒരുപാട് പ്രയോജനം വരുന്ന വീഡിയോസ് ഒക്കെ തന്നെയാണ് അത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതെടുത്തത്. കാരണം തിരിച്ചു വരുന്നില്ല. ഒരുപാട് പേർക്കും ഹോമിയോപ്പതിക്കാർക്ക് തന്നെ സംശയമുണ്ട്, ഇത് തിരിച്ചു വരത്തില്ലേ, ഇതിന് പെർമനന്റ് ക്യൂർ ഉണ്ടോ എന്നുള്ളത്. അപ്പം അനുഭവസ്ഥര് തന്നെ അത് പറയുമ്പോഴത്തേനും നമുക്കത് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ 4 വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അത് വളരെ മറ്റുള്ളവരിലെ ഒരുപാട് പേർക്കും എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ ഇതിന് ഉണ്ട്. അപ്പൊ അവർക്ക് ഹോമിയോപ്പതി തന്നെ എടുത്ത് അത് കംപ്ലീറ്റ് ക്യൂർ ആക്കാൻ ഒരു സാഹചര്യമായിരുന്നു. അത് എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തില്ലാത്ത വരുന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പം ഫോസ്ഫറസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അതുകൂടാതെ ടിഞ്ചേഴ്സ് പലതുമുണ്ട്. ആ ടിഞ്ചേഴ്സ് പലതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ജസ്റ്റീഷ്യ നല്ല ഒരു മെഡിസിൻ. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കൊടുക്കുമല്ലോ, ഡ്രൈ ആണോ അതോ വെറ്റ് കഫ് ആണോ അതോ സൈനസൈറ്റിസിന്റെ ഉണ്ടോ അതോ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ആണോ സ്ട്രെസ് ആണോ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ടിഞ്ചർ നമുക്ക് കൊടുക്കണം. കാരണം ജസ്റ്റീഷ്യ COPDയുടെ കേസിൽ പോലും നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടിഞ്ചർ. അതും ടോയ്സിനെ ഡേ 10 ഡ്രോപ്പോ 15 ഡ്രോപ്പോ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഡിസീസിനെ വളരെ ബുദ്ധിമുട്ടായിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലാറ്റ ഉണ്ട്, യൂക്കാലിപ്റ്റസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അതുകൂടാതെ യൂക്കാലിപ്റ്റസിന് ഒരു പ്രത്യേകത കൂടുണ്ട്. യൂക്കാലിപ്റ്റസിന്റെ ടിഞ്ചർ നമ്മൾ ഇൻഹേൽ ചെയ്യാൻ യൂസ് ചെയ്താൽ, അതായത് നമ്മൾ സാധാരണ ആവി പിടിക്കുമല്ലോ ചൂടുവെള്ളത്തിനകത്ത്, അതിൻ്റെ അകത്ത് 5 or 6 ഡ്രോപ്സ് യൂക്കാലിപ്റ്റസ് ടിഞ്ചർ ഒഴിച്ച് ഒന്ന് ആവിയും കൂടെ പിടിച്ചാൽ, അത് ഉള്ളി കഴിക്കുന്നതും അതിന്റെ കൂട്ടത്തിൽ ഈ ആവിയും കൂടെ പിടിച്ചാൽ വളരെ, കാരണം നോസൊക്കെ സ്റ്റഫി നോസൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ലാരിഞ്ചിയൽ പ്രോബ്ലം, ട്രക്കിയൽ പ്രോബ്ലം, ഇതെല്ലാം തന്നെ ആ ഇൻഫ്ലമേഷൻസ് വളരെ പെട്ടെന്ന് നമുക്കിതൊക്കെ ടെമ്പററി ആയിട്ടുള്ള റിലീഫിന് വേണ്ടി കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. പെർമനന്റ് ആയിട്ട് നമുക്കറിയാലോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് അല്ലാതെ അത് പെർമനൻസിയിലേക്ക് എത്തത്തില്ല. അപ്പൊ ഇത് നമുക്ക് യൂക്കാലിപ്റ്റസും ബ്ലാറ്റ അതുപോലെ തന്നെ ആസ്മയ്ക്ക് നമ്പർ 1 ആണ് മെഡിസിൻ ബ്ലാറ്റ എന്ന് പറയുന്നത്. ഗ്രൈൻഡീലിയ അതുപോലെ ഈ വീസിങ് ഉണ്ടാകുന്ന നമുക്ക് ഹാർട്ട് കംപ്ലൈന്റിനും വീസിങ് ഉണ്ടാകും. അവർക്ക് നിരപ്പായിട്ടുള്ള സ്ഥലത്തൂടെ പോലും ഇച്ചിരി സ്പീഡിലോ, ഇനി സ്പീഡ് വേണ്ട, ഒന്ന് നടന്നൊന്ന് പോയാൽ അവർക്ക് ഉടനെ തന്നെ അവർക്ക് ബ്രീത്ത്ലെസ്നെസ് തുടങ്ങും. ഗ്രൈൻഡീലിയ അതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഈ വരുന്ന ആൾക്കാർക്ക് കാർഡിയക് ആസ്മ ആണോ എന്നറിയാനുള്ള വളരെ പെട്ടെന്നുള്ള ഒരു മാർഗമാണ്, നിങ്ങൾക്ക് കിതപ്പുണ്ടോ, നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാവോ, നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് ആ ഒരു തരത്തിൽ മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ കൂടുതൽ മെഡിസിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർഡിയക് ആസ്മയാണ്. അതായത് ഞാനതാ പറഞ്ഞത്, കാർഡിയക് കംപ്ലൈന്റ് കൊണ്ടുണ്ടാകാം. അതുപോലെ തന്നെ കിഡ്നി, ലിവർ, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വരുമ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതായത് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന നീർക്കെട്ട്, അത് ആ ബോഡിയുടെ ആ വയറിന്റെ ആ ഭാഗത്ത്, ഡയഫ്രത്തിന്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ബ്രീത്ത്ലെസ്നെസ് നമുക്കുണ്ടാകും. ലൊബീലിയ ഇൻഫ്ലേറ്റ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനെ നമുക്ക് എൻ്റെ പേര് ജിൻസി തോമസ്. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. ക്രൈസ്റ്റ് കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 7 months മുമ്പ് ഞാൻ റിസൈൻ ചെയ്തു. വോയിസിന് നല്ല സ്ട്രെയിനും ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ടാണ് ആദ്യം ഞാൻ ഇവിടെ വരുന്നത്. അതിനോട് റിലേറ്റ് ചെയ്ത് എനിക്ക് വീസിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഒരു വോക്കലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ വോയിസിന് നല്ല സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. മൈക്ക് യൂസ് ചെയ്തിട്ടും അത് പറ്റാതെയായി.
എനിക്ക് അലർജി ഒരു 5 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എല്ലാം കൂടെ ആയി ഒരു ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തി. അലോപ്പതിയൊക്കെ കുറേ കോഴ്സസ് ട്രൈ ചെയ്തിട്ടും അത് ഹീലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ജോബ് ക്വിറ്റ് ചെയ്യേണ്ട വന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു നവംബറിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു നവംബറോടുകൂടിയാണ് 2018 നവംബറോടുകൂടിയാണ് ഡോക്ടർ പ്രീതയുടെ അടുത്ത് ഞാൻ വരുന്നത്. ഒരു വിത്തിൻ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ ഒരു നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 4 months ട്രീറ്റ്മെൻറ്റ് ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും ഏകദേശം എൻ്റെ ട്രീറ്റ്മെൻറ്റ് വൈൻഡപ്പായി. അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല. അതുമാത്രമല്ല, ഞാൻ എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഫുഡോ സ്ലീപ്പോ അങ്ങനെയുള്ള എന്ത് ഡിഫറൻസസ് വന്നാലും അതിലൊന്നും എൻ്റെ ഹെൽത്ത് എഫക്റ്റഡ് ആവാറില്ല. പക്ഷെ അതൊക്കെ മാറി എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഒരു ദിവസം പോലും ഒരു വീസിങ്ങോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായില്ല. ഭയങ്കര മിറാക്കുലസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് മാറിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് കഴിക്കാൻ പറ്റില്ലാത്ത ആഹാരങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വന്നു. സെക്കൻഡ് രണ്ടാമത്തെയും കൂടെ ഒന്ന് പ്ലേ ചെയ്യണേ വിഷ്ണു. അപ്പം ഞാൻ അത് ലൊബീലിയയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിന് ബെഡിൽ പോലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞു കിടന്നാൽ അപ്പം തുടങ്ങും ആസ്മ. അത്ര പോലും മൂവ്മെന്റ് അതിന് പറ്റത്തില്ല. അപ്പം എസ്പെഷ്യലി കാർഡിയാക് ആസ്മയുടെ കണ്ടീഷനിൽ നമുക്ക് മൂവ്മെന്റ് അനങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥ പറയുമ്പോൾ ആ സമയത്താണ് ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാകുന്നെങ്കിൽ ലൊബീലിയ എന്ന് പറയുന്ന മെഡിസിൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു സംഭവമുണ്ട്. സെപ്പിയ എന്ന് പറയുന്ന മെഡിസിന് ആസ്മ പലരും പിന്നെ ഡോക്ടറെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട്. പക്ഷെ ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം ഒന്ന് കുറഞ്ഞു. വീണ്ടും ജിമ്മൊന്ന് നിർത്തുമ്പോൾ ഇതിങ്ങി വരും. അപ്പൊ സെപ്പിയയ്ക്ക് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ആസ്മ കുറഞ്ഞു കിട്ടും. ലൊബീലിയയ്ക്ക് ഒന്ന് അനങ്ങിയാൽ പോലും ആസ്മാറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ കറക്റ്റ് മെഡിസിൻ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ പലതരം ആസ്മ ഉണ്ട്. ആ പലതരം ആസ്മയിലേത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ഞാൻ എൻ്റെ പേര് അനീറ്റ. എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനിവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഏകദേശം 3 മാസം പ്രായമുള്ളപ്പം തൊട്ട് ശ്വാസമുട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വീസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം പിന്നെ കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ മോനെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഇത് ഹെവി ആയിട്ട് വന്നു തുടങ്ങിയത്. ഏകദേശം എനിക്ക് ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ മന്ത്ലി ഞാൻ ഇങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മാറാതെ തന്നെ ഞാനിങ്ങനെ മെഡിസിൻ നെബുലൈസേഷനും അതുപോലെ ഇൻഹേലറും ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഫുഡ് കഴിക്കുന്നത് മൊത്തവും ഞാൻ വോമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ശ്വാസം നല്ലതുപോലെ എടുക്കാൻ പറ്റത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിരുന്ന് ശ്വാസം കിട്ടാതെ ഞാനിരുന്ന് ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ ഷിവറിങ് ആയിട്ട് വരാറുണ്ട്. എനിക്ക് മരിച്ചു പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതിനുശേഷം ആയുർവേദം, അലോപ്പതി എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഹേലർ എടുക്കുന്നുണ്ടായിരുന്നു. ഇൻഹേലർ എടുത്തതിന് ശേഷം അവസാനം കാണിച്ച എല്ലാ ഡോക്ടർമാരും എൻ്റെ അടുത്ത് പറഞ്ഞത് ചെസ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്നായിരുന്നു. കാരണം ഏകദേശം 1 മന്ത് കൂടുന്തോറും ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യത്തെ മാസം ഞാൻ പോയി ആൻറ്റിബയോട്ടിക് എടുക്കും, നെബുലൈസേഷൻ ചെയ്യും, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കും, കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റഡ് ആയിരുന്നു. ഈ ഒരു അവസ്ഥ കണ്ടിട്ട്
എൻ്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് പ്രീത ഉണ്ണി എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ പേര് പറയുന്നതും അങ്ങനെ ഡോക്ടറിൻ്റെ നമ്പർ എനിക്ക് തരികയും ചെയ്തു. ഞാൻ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തു, ഇവിടെ വന്ന് മെഡിസിൻ എടുത്തു. ഇപ്പം ഡോക്ടറിനെ കണ്ടിട്ട് 1.5 മന്ത് ആവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു രീതിയിലുള്ള റിലീഫ് എനിക്ക് കിട്ടി തുടങ്ങി. ഇപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ നല്ലതുപോലെ ബ്രീത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് രാത്രി കിടങ്ങുന്ന ഉറങ്ങാൻ പറ്റുന്നതുകൊണ്ട് എനിക്കിപ്പം ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് നേരത്തെ തണുപ്പ് ഭയങ്കര പ്രശ്നമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. തണുപ്പാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഇൻഹേലർ പൂർണ്ണമായിട്ടും ഞാൻ ഉപേക്ഷിച്ചു. കാരണം ഇൻഹേലർ എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഏകദേശം എത്ര വർഷത്തെ പഴക്കമാണ് ഈ അസുഖത്തിനുള്ളത്? എനിക്ക് 3 മാസം തൊട്ട് ഇങ്ങോട്ടുള്ളതാണ് ഈ അസുഖം. എത്ര വർഷത്തെ പഴക്കം? ഇപ്പം എനിക്ക് 31 വയസ്സുണ്ട്. ഏകദേശം 30 ഇയേഴ്സ് പഴക്കമുള്ള ഒരു അതെ. കംപ്ലൈന്റ് ആയിരുന്നു. യൂട്യൂബിന് നമ്മളിതൊന്ന് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല? ഇല്ല, യൂട്യൂബിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. എന്നെപ്പോലെ ഒരുപാട് പേരിങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് റിലീഫ് കിട്ടിയതുപോലെ അവർക്ക് റിലീഫ് കിട്ടണം. കാരണം എന്ന് പറയുന്നത് ശ്വാസം മുട്ടലെന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാത്തൊരു അവസ്ഥയെന്ന് പറയുന്നത് ഈ ലോകത്ത് ആർക്കും അത് അനുഭവിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ രോഗം ഇത്രയും ഭേദമാക്കി തന്ന പ്രീത ഡോക്ടറിന് എൻ്റെ നന്ദിയുണ്ട്. വിഷ്ണു, ഒരു പുരുഷൻ ഒരാളുടെ ഒരു എൻ്റെ പേര് ഓസ്റ്റിൻ എന്നാണ്. ഞാൻ ചെല്ലാനത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് പലചരക്ക് കടയാണ് എൻ്റെ ബിസിനസ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത്. ശ്വാസം മുട്ടലും ചുമയും അത് തീരാ ഒരു വേദിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ആ ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും, പ്രീത ഡോക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ആശ്വാസമുണ്ട്. അത് കംപ്ലീറ്റ് വിട്ട് മാറുകയും ചെയ്തു. അത് ഡോക്ടറിനോട് ഭയങ്കര നന്ദിയും കടപ്പാടുമുണ്ട്. ഈ രോഗം എപ്പോഴാണ് തുടങ്ങിയത്? എത്ര വർഷമായി? എന്നിട്ടിപ്പോൾ ഒരു 15-16 വർഷത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞാണ് വരുന്നത്. ചെറുപ്പം മുതലേ തുടങ്ങിയതായിരുന്നു? ചെറുപ്പം മുതലല്ല, ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞ് വന്ന അത് ഇപ്പൊ 10-15 എത്ര വർഷം കൊണ്ട് ഇപ്പൊ ഇല്ല രോഗം? ഇപ്പൊ 10-15 വർഷമായിട്ടില്ല. അന്ന് വന്ന് കണ്ട ആ മരുന്ന് കഴിച്ച് 1 മാസത്തെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ രോഗം എനിക്ക് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്ന് പറയുകയും ചെയ്തു, കംപ്ലീറ്റ് വിട്ട് മാറിയെങ്കിലും ഒരു ചെറിയ ഒരു ഇതുകൂടി തന്നു, ഇതുകൂടി കഴിച്ചു ഉണ്ടായിരുന്നു പറഞ്ഞു. അതിനോടുകൂടി മാറുകയും ചെയ്തു. പിന്നെ ഇതുവരെ 15 വർഷമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഈ ശ്വാസം മുട്ടലും ചുമയൊന്നും ഇല്ല. 15 വർഷമായിട്ടില്ല. ഇത് യൂട്യൂബിനകത്ത് കൊടുക്കുന്നതിൽ വിരോധം എന്തെങ്കിലും ഉണ്ടോ? ഒരു വിരോധമില്ല. ഇതുകൊണ്ട് മോശമൊന്നുമില്ലല്ലോ. പിന്നെന്താ, ഞാനിത് കാണിക്കാൻ തന്നെ പറഞ്ഞത്, തിരിച്ചു വരുമോ എന്നുള്ള കംപ്ലൈന്റ് ഒരുപാട് പേരും അന്നേരം മാറി, പക്ഷെ അതങ്ങ് തിരിച്ചു വരും. ഇല്ല, ഇയാൾക്ക് 10-28 വയസ്സ് തുടങ്ങി എൻ്റെ അടുത്ത് വരുമ്പോൾ 10-50 വയസ്സുണ്ട്. ആ 50 വയസ്സ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റിനോ ഏതാണ്ടിനാ ഒന്ന് വന്നത്. അപ്പൊ 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ 15 വർഷവും അയാൾക്ക് തിരിച്ച് ആ ഒരു ഡിസീസ് കണ്ടീഷൻ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അത് ഇയാൾക്ക് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇയാൾക്ക് ഗ്രോസറി ഷോപ്പാ. അവിടെ ഈ ചാക്കിന്റെ പൊടിയും അരിയുടെ പൊടിയും ഇതെല്ലാത്തിന്റെ ഇടയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് കാണിക്കാൻ തന്നെയാണ് ഞാൻ ഇതിട്ടത്. പലർക്കും സംശയമുണ്ട്, ഇത് തിരിച്ചു വരുമോ, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ കിട്ടുമോ എന്നുള്ള. കംപ്ലീറ്റ് ക്യൂർ കിട്ടും. അയാളത് പറയുന്നുണ്ട്. ലാസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ട് എനിക്ക് കംപ്ലൈന്റ് ഇല്ല. പിന്നെ നെക്സ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടാമത് വന്നിട്ടാണോ. അല്ല, അയാൾക്ക് മറ്റൊരു കംപ്ലൈന്റ് കൊണ്ടാണ് പിന്നെ വന്നപ്പോഴാണ് ഈ അവസ്ഥ എനിക്ക് കംപ്ലീറ്റ്ലി അത് മാറിപ്പോയി എന്നുള്ള കാര്യം പറയുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ട്രീറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്യൂർ കൊടുക്കാം. അതിന്റെ ആ പ്രിവെന്റീവും കൂടെ, ഹോമിയോപ്പതിയെ സംബന്ധിച്ച് ഏതൊരു ഡിസീസിനും ക്യൂർ കഴിഞ്ഞ് അതിന്റെ പ്രിവെന്റീവ് മെഡിസിനും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഏത് ക്രോണിക് കണ്ടീഷനിലും ആ പ്രിവെന്റീവും കൂടെ കൊടുത്താൽ ആ ഡിസീസിനെ തിരിച്ചു വരാത്താതെ നമുക്ക് നിർത്താൻ സാധിക്കും. ഇനിയും എല്ലാവരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടെ നമ്മളത് ശ്രദ്ധിച്ചത് ചെയ്യണം. അതിനും കംപ്ലീറ്റ് പലതരത്തിലുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3,
പിന്നെ പ്രഗ്നന്റ് ആഫ്റ്റർ ഡെലിവറി, ലാക്ടേഷൻ ടൈം, ഇങ്ങനെ ഒരുപാട് ആഫ്റ്റർ സർജറി, ഇങ്ങനെയൊക്കെ വരുന്ന അതുപോലെ മെഡിക്കേഷൻ, ചില മെഡിസിൻസ് കൊണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ ഒരു കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം. കാരണം അതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. മാക്സിമം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്രയാസപ്പെട്ടിരുന്ന ഒരു കണ്ടീഷൻ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന അവസരത്തിൽ 2000 ഇതുപോലെ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ പേഷ്യൻറ്റും അലർജി, ആസ്മ ആ ഒരു അവസ്ഥയിലുള്ളവരാണ് കൂടുതലും പേര് വന്നത് ക്രോണിക് കണ്ടീഷനിൽ. അപ്പൊ ഞാനും ഫെഡപ്പാണ്, അവരും ഫെഡപ്പാണ്. ഒരാഴ്ചത്തെ മെഡിസിൻ കൊടുക്കും, തൽക്കാലം നിൽക്കും, പിന്നെയും വരിക. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കും. അതിന് ക്യൂർ തന്നെ കൊടുക്കാൻ സാധിക്കും, തിരിച്ചു വരാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ നേരിട്ട് തന്നെ ഒന്ന് പ്ലേ ചെയ്തത്. ഇനിയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പലതരം ആസ്മ ഉള്ളത് കൊണ്ട് ഓരോന്നും അലർജിക് ആസ്മ, കാർഡിയക് ആസ്മ, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഒക്കെ, ബോഡി ഫുള്ള് സ്വെല്ലിംഗ് വന്നിട്ടുള്ള ബ്രീത്ത്ലെസ്നെസ്, അതും ഒരു ആസ്മാറ്റിക് കണ്ടീഷനാണ്. ഭൂരിഭാഗവും അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ലിവറിനോ കിഡ്നിക്കോ ഒക്കെ കംപ്ലൈന്റ് ഉള്ളവരെ. ഗ്യാസ്ട്രിക് ആസ്മ, ടെൻഷൻ ആസ്മ, COPD ഉണ്ട്. അതുപോലെ ലങ് കാഴ്സിനോമ, എയർവേസിൽ എവിടെങ്കിലും ഒരു കാഴ്സിനോമ ഉണ്ടെങ്കിൽ അതും ഒരു ഒബ്സ്ട്രക്ഷനാണ് വരുന്നത്. ശരിക്ക് എയറേഷൻ നടക്കാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ളവർക്കും പിന്നെ ഇത് എസ്പെഷ്യലി ഡ്രൈ ആസ്മ എന്ന് പറയുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നോസിന്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ട്, അത് സൈനസൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻ. അതുപോലെ നേസൽ പോളിപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആസ്മാറ്റിക് അവസ്ഥയിലേക്ക് വരാം. സാധാരണ നമ്മൾ ആസ്മ എന്ന് പറയുമ്പോൾ തന്നെ നോസ് പെട്ടെന്ന് പിടിച്ചു നോക്കും നേസൽ പോളിപ്പ് ഉണ്ടോ എന്നുള്ളത്. അഡിനോയിഡൈറ്റിസ്, അതുപോലെ അഡിനോയിഡ്സ് രണ്ടും വീർത്തു നിൽക്കും. അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് ആ ഒരവസ്ഥ. എസ്പെഷ്യലി ചിൽഡ്രൻ, കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ എക്സസ് ഫാറ്റ്, സ്ലീപ്പ് അപ്നിയ ഒക്കെ വരുമല്ലോ. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ആസ്മാറ്റിക് അതായത് ബ്രീത്ത്ലെസ്നെസ് ശരിക്ക് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഡിസീസാണ് അത്. എക്സസ് ഫാറ്റ് ഉണ്ടാകാതിരിക്കുക. പിന്നെ എക്സസൈസ്, ഞാൻ പറഞ്ഞല്ലോ, ചിലർ എക്സസൈസ് ചെയ്യുമ്പം ചിലർക്ക് അനങ്ങാതിരിക്കുമ്പം ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, സെപ്പിയായും ലൊബീലിയായിട്ടും 2 മെഡിസിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡയഫ്രത്തിന്റെ പാരാലിസിസ്, ഡയഫ്രം ശരിക്ക് വർക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ആ പാരാലിസിസ് ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇതിന്റെ മൂവ്മെന്റ് ശരിക്കും നടക്കത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലും ലങ്സിനെ ശരിക്ക് സപ്പോർട്ട് ചെയ്ത് ആ ലങ്സിന്റെ ബ്രീത്തിങ് എടുക്കാനായിട്ട് ഇൻഹേലും എക്സേലിനും അത് ഹെൽപ്പ് ചെയ്യത്തില്ല. ആ ഒരു അവസ്ഥയിലും പലരും പറയും ശ്വാസം അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ചു മുഴുവനായിട്ട് അത് പോകുന്നില്ല ഡോക്ടറെ, അത് നെഞ്ചിനകത്ത് പകുതി ഇരിപ്പുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകത്തില്ല ഒരവസ്ഥ എന്ന് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഡയഫ്രത്തിന്റെ എന്തെങ്കിലും, അവരോടൊപ്പം തന്നെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്, ഇതൊക്കെ തന്നെ ചോദിച്ച് കറക്റ്റായിട്ട് അത് എന്താ റീസൺ എന്ന് കണ്ടാൽ വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാം, വളരെ പെട്ടെന്ന് ക്യൂർ കിട്ടുകയും ചെയ്യും. ഒരു വീഡിയോയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വിഷ്ണു, അത് പറ്റുമോ? പറ്റത്തില്ലെങ്കിൽ ഒരു വീഡിയോയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, പ്ലേ ചെയ്യാം. 4 എണ്ണമാണ് ഞാൻ എടുത്തത് അതിൻ്റെ അകത്തെ. അത് കൂടുതലും ഇയാളുടെ കാണിക്കാൻ കാരണം ഇത്രയും വർഷമായിട്ട് അത് തിരിച്ചു വരാത്ത വിധം നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഹായ്, ഇതെൻ്റെ മോൻ റെഡിക്കാണ്. എൻ്റെ പേര് പെപ്സി എന്നാണ്. ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഇവന് 3.5 വയസ്സായപ്പോൾ തുടങ്ങി ശ്വാസം മുട്ടലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ICUവിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇൻഹെയിലറിലാണ് ചെന്ന് എത്തിയത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും മന്ത്ലി അവന് ഏത് സമയത്തും ഒരു ചുമ വന്നു കഴിഞ്ഞാൽ ഉടനെ അവന് ശ്വാസമുട്ടലിനായ ബുദ്ധിമുട്ടുണ്ടാവുകയും അപ്പോൾ തന്നെ ഇൻഹെയിലർ എടുക്കുക, അതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ദിവസം യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കമൻറ്റിൽ ഇങ്ങനെ ഡോക്ടർ പ്രീത ഉണ്ണീന്ന് കൺസൾട്ട് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് വേറൊരു വ്യക്തി അയച്ചേക്കുന്ന ഒരു കമൻറ്റാണ്. അങ്ങനെ അപ്പം അതിൽ നമ്പറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളൊന്ന് എടുത്തിട്ട് പ്രീത ഉണ്ണി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കടവന്ത്രയിലാണെന്ന് കൂടെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല, എങ്ങനെയാണെന്നറിയത്തില്ല, ജസ്റ്റ് പോയി കണ്ടു നോക്കാം, അങ്ങനെ ഒരു എന്തിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ മോനും ഞാനും കൂടെ വന്നു. ഇപ്പോൾ 1 month ആവുന്നു ആളിവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അവൻ ഇതേവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല.
സാധാരണഗതിയിലെന്ന് പറഞ്ഞാൽ അവന് ഇടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ വരും. അപ്പം 2 ആഴ്ച മുമ്പ് അവനൊരു പനി വന്നു. പനി വന്നതിന് ശേഷമാണെങ്കിൽ സാധാരണ ഒരു 2 വീക്സൊക്കെ ആയി പനി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാറുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോവും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് മാറും. ആ ചുമ തന്നെ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം പനി വന്നിട്ട് ഞങ്ങൾ ഹോമിയോ തന്നെ കൊടുത്തത്. ഹോമിയോ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സ് അവന് ആ പനിയുടെ ചൂടുണ്ടായിരുന്നു. വേറെ യാതൊരു വിധമായ ബുദ്ധിമുട്ടും വന്നില്ല. 3.5 വയസ്സിൽ തുടങ്ങിയിട്ട് ഇത്രയും ഇതുവരെയും അവന് ഒരുപാട് സഫർ ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇതിൽ നിന്നായിട്ടൊരു മോചനം നിങ്ങൾക്ക് കിട്ടുന്നത്. നീ ഓക്കെ അല്ലേ? ഇവിടെ വന്നതിന് ശേഷം ഏതൊരു പനി വന്നാലും അത് ഉടനെ പോവും. പണ്ടൊക്കെ പനി വരികയാണെങ്കിൽ 2 ആഴ്ച വരെ നിൽക്കുമായിരുന്നു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഡോക്ടർ പ്രീത ഉണ്ണിക്ക് താങ്ക് യു. ഇല്ല, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് കാരണം ഒരുപാട് പേര് ഈ ഒരു കാര്യം അറിയാതെ ഇരിക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ പ്രീത ഡോക്ടറെ, നമുക്ക് വിഷ്ണു ഇനി വീഡിയോ ഷെയറിംഗ് അങ്ങ് ഓഫ് ചെയ്യാമോ? പ്രീത ഡോക്ടറെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ. ആർക്കെങ്കിലും പ്രീത ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടിയും ഹാൻഡ് റൈസ് ചെയ്യാം. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. നല്ലൊരു കയ്യടി. നല്ല ആസ്മ ദിനം ഇന്നലെ ആയിരുന്നെങ്കിലും അതിനോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ ഈ പ്രോഗ്രാം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറ്റു ഡോക്ടേഴ്സിനും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഷീല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നമസ്കാരം പ്രീത ഡോക്ടറെ. പ്രീത ഡോക്ടറുടെ ക്ലാസിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയായിരിക്കും മാഡത്തിന്റെ ആ ഒരു, വളരെ കോൺഫിഡന്റ് ആണ് മാഡം എപ്പോഴും. നല്ല ക്ലാസ്സും ആയിരിക്കും. ഇപ്പൊ എന്റെ ഒരു സംശയം ഡോക്ടറെ, ഇപ്പൊ നമ്മൾ അക്യൂട്ട് എക്സാസർബേഷൻസിന് നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞില്ലേ നമ്മൾ വരാതിരിക്കാനുള്ളത്, അതിന്റെ ഒരു ഫോളോ അപ്പ് ആണ് എനിക്കൊന്ന് ജസ്റ്റ് അറിയേണ്ടത്. അതായത് നമ്മൾ ഒരു പേഷ്യന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നു. അപ്പൊ മെഡിസിൻ നമ്മൾ ആദ്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു കാൽക്കേരിയ കാർബ് പേഷ്യന്റ് ആണെന്ന് തോന്നിയാൽ നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസിന് എല്ലാം കുറഞ്ഞതിന് ശേഷം കാൽക്കേരിയ കാർബ് ഫസ്റ്റ് കൊടുക്കേണ്ടത് 1 ആണോ? പിന്നെ അതിന്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്? അത് എവിടെ വരെ വന്ന് നിൽക്കും? അതാണ് എനിക്കൊന്ന് അറിയേണ്ടത്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എപ്പോഴും തന്നെ ഹയർ പൊട്ടൻസി ആണ് കൊടുക്കുന്നത്, സിംഗിൾ ഡോസും ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പം കാൽക്കേരിയ കാർബ് പേഷ്യന്റ്, കാൽക്കേരിയയ്ക്ക് നല്ല രീതിയിൽ ആസ്മ ഉണ്ടാകുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അതിന്റെ വണ്ണം നമ്മൾ കൊടുത്തിട്ട് അതിനെ ബാക്കി ഈ പറഞ്ഞ പോലെ അക്യൂട്ടായിട്ട് പല അവസ്ഥ, മൂക്കടപ്പോ അതോ ഇതോ ഒക്കെ കാണും. അപ്പൊ ഇനി ചെസ്റ്റിനകത്ത് കഫക്കെട്ടുണ്ട്, കാൽക്കേരിയയ്ക്ക് നല്ല വീസിംഗ് ഉള്ളതാണ്, കഫക്കെട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് മാറാൻ ആന്റിഡാർട്ട് കൂടെ കൊടുക്കാം. മറ്റേ സിംഗിൾ ഡോസ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് വേണമെങ്കിൽ 1 അവർ ഇടവിട്ടോ അല്ലെങ്കിൽ 2 അവേഴ്സ് ഇടവിട്ടോ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ 2 മെഡിസിൻ അതും കൂടെ കൊടുത്ത്, ഞാൻ പിന്നെ പറഞ്ഞല്ലോ ടിഞ്ചർ വളരെയധികം പലതും ഈ ജസ്റ്റീഷ്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കൂട്ടിത്തരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ ടിഞ്ചേഴ്സും കൂടെ 2 നേരം വെച്ചെങ്കിലും അതുകൂടെ കൊടുക്കണം. ടോട്ടലി ഹോമിയോപ്പതി മെഡിസിൻസിന്റെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അപ്പാകും, നമ്മുടെ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രത്യേകിച്ച് പ്രീത ഡോക്ടർ, എനിക്ക് ഷീല ഡോക്ടർ ചോദിച്ചത്, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് 1 ഒരു ഡോസ് കൊടുത്ത് നിർത്താമോ ഈ കുറഞ്ഞ ശേഷം? അതേ വീണ്ടും 10 ml അങ്ങനെ വല്ല പോണ്ടതായിട്ടുണ്ടോ, ആവശ്യമുണ്ടോ ഷീല ഡോക്ടർ? വണ്ണമ്മിൽ തന്നെ കുറവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വണ്ണം നമ്മൾ കൊടുത്തു, ബാക്കി മെഡിസിനും കൂടെ ഒന്ന് കൊടുത്തു വിട്ടു, 10 ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ അത് കുറഞ്ഞിരുന്നതാണ്,
വീണ്ടും ഇന്നലെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അവർ പറഞ്ഞു. വീണ്ടും അഗ്രവേറ്റ് ചെയ്താൽ മാത്രമേ ഈ 1M ന്ന് നമുക്ക് 10M പോകേണ്ട അവസ്ഥയുള്ളൂ. ഇല്ലെങ്കിൽ ആ 1M തന്നെ അങ്ങ് പോകും. ബാക്കി മെഡിസിൻ നമ്മൾ അക്യൂട്ടായിട്ട് അപ്പം തന്നെ കൊടുക്കുന്ന ആ ബാക്കിയുള്ള മരുന്നും കൂടെ കൊണ്ട് ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അഗ്രവേഷൻ ഉണ്ടായില്ലെങ്കിൽ ഹയർ പൊട്ടൻഷ്യലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് ഡോക്ടർ ഇപ്പം പറയുന്നത് നമ്മൾ അക്യൂട്ട് ഉള്ള സിംറ്റംസിന്റെ അതോടൊപ്പം തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൊടുക്കാം അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കൊടുക്കാം. ഇത് ക്യൂർ അല്ല, റിലീഫ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ. ഞാനും വിചാരിച്ചത് ഈ അക്യൂട്ടിന്റെ ആ ഒരു സിവിയറിറ്റിയുടെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊടുക്കാതെ നമ്മൾ ടിഞ്ചേഴ്സും ബാക്കിയുള്ള ആ അപ്പുള്ള ഇൻഡിക്കേറ്റഡ് മെഡിസിനും കൊടുത്തിട്ട് അതിനൊരു റിലീഫ് കിട്ടുന്ന ആ സമയത്ത് ഇന്റർവെല്ലിലാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് കൊടുക്കേണ്ടതെന്നായിരുന്നു എന്റെ ചോദ്യം. ഇല്ല, അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇമ്മ്യൂണിറ്റി അപ്പാക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ആദ്യമൊക്കെ തന്നെ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കാം. അക്യൂട്ട് മാനേജ്മെന്റിനോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗും കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എങ്കിൽ പോലും ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രീത ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം എന്താ പറയാനുള്ളത്? ആരെങ്കിലും പറയാൻ മുന്നോട്ട് വരുന്നോ? അതേ ഞാൻ വിളിക്കണോ? ടോട്ടലി നമ്മുടെ ഈ മലയാള സെഷന്റെ ടൈമിംഗ് അത്ര ശരിയല്ല. 9:30 ആകുമ്പോഴേ ഞാനും ഉറങ്ങുന്ന ആളാ. അല്ല, ഇത് അതല്ല ഡോക്ടർ, ഇന്ന് ഒരുപാട് പേരുണ്ട്. ടൈം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ് ആരും വരാത്ത അധികം. കാരണം ഇന്ന് ഈ സമയത്തും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പേര് തന്നെ ഇപ്പോഴും ഉണ്ട്. ഡോക്ടർ നസീബ സംസാരിച്ചോളൂ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. നസീബ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ. മാഡം, ഇപ്പം ഷീല ഡോക്ടർ ചോദിച്ച പോലെ നമ്മളിപ്പോ അസുഖമുള്ള ടൈമിൽ നമുക്ക് ഹൈപ്പൊട്ടൻസി കൊടുക്കാൻ പറ്റുമോ? എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പം ആസ്മ കേസിൽ കാൽക്കേരിയ കാർബ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നതെങ്കിൽ ഞാൻ അധികം 0/3 ഒക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഈ നൈട്രം സൾഫ ആയാലും കാൽക്കേരിയ കാർബ് ആയാലും സൾഫറൊക്കെ ആയാലും 1M ആ ഒരു നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ടൈമിൽ കൊടുക്കാൻ പറ്റുമോ? ഒരു പേടിക്കാതെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയായിരുന്നു. ഒട്ടും പേടിക്കണ്ട. ഒരു ശകലം പോലും ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പേടിക്കാനുള്ളവരല്ല. പേടിക്കാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത്. നമ്മളിപ്പോൾ ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഇല്ലാത്തത് കൊണ്ടാണോ പേടിക്കണ്ട എന്ന് പറയുന്നതെന്നല്ല. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട്, അതായത് നമുക്ക് അതിൽ ക്യൂർ കിട്ടും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് ഒട്ടും ഭയപ്പെടരുത്. ആ സമയം തന്നെ കൊടുക്കാം. ഓക്കെ. ഓക്കെ നസീബ ഡോക്ടറെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഹൈപ്പൊട്ടൻസി മെഡിസിനും മറ്റേ അക്യൂട്ട് മാനേജ്മെന്റിനോടൊപ്പം കൊടുക്കാം, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക, ആവശ്യമില്ലേ റിപ്പീറ്റ് ചെയ്യണ്ട എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് പ്രീത ഡോക്ടർ എടുത്തത്. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഷീലയെ ക്ഷണിക്കും. ഷീല ഡോക്ടറെ മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ ശരിയായല്ലോ. ഡോക്ടറെ പറ്റുന്നുണ്ട്. എനിക്ക് വളരെ ആദ്യമേ ശൈല ഡോക്ടർക്ക് നന്ദി. കാരണം പ്രീത ഡോക്ടറെ പോലെയുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിന് നന്ദി പറയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും IFPHന്റെ പേരിലും വളരെ സ്നേഹത്തോടെ ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് തരികയും നല്ലൊരു അറിവ് ഞങ്ങൾക്ക് അത് എപ്പോഴും ഈ ക്ലാസ് മാത്രമല്ല പല കേസസും ഇൻഫെർട്ടിലിറ്റി ക്ലാസ് ആവട്ടെ ബാക്കിയുള്ള വേറെ അക്യൂട്ട് മാനേജ്മെന്റിന്റെ കേസ് ആവട്ടെ എപ്പോഴും ഡോക്ടർ പറയുന്നത് നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി ട്രീറ്റ് ചെയ്യണം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടറെ എന്നെ എപ്പോഴും സ്വാധീനിച്ച ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കേസ് ആവട്ടെ ആ പ്രസന്റിങ് കംപ്ലൈന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് ക്യൂർ ആക്കിയാൽ മാത്രമേ ആ പേഷ്യന്റ് നമ്മളോടൊപ്പം നിൽക്കത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഡോക്ടർ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും ഞാൻ എപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഡോക്ടറുടെ ക്ലാസ് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് വളരെ ഏറെ ഹെൽപ്ഫുൾ ആവുന്നതുമാണ്. കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ
ഒരു ഗൈഡൻസ് ആണ് ഡോക്ടറുടെ ക്ലാസ് എപ്പോഴും. അപ്പം IFPC പേരിൽ ഞാൻ വീണ്ടും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെ പേരിലും വളരെ സ്നേഹത്തോടെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി. ശൈല ഡോക്ടർക്കും വളരെ നന്ദി. ബാക്കി ഇവിടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPCന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഷീല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും വളരെ ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ച് ഡോക്ടർ ഒരുപാട് അറിവുകളാണ് നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മലയാളം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.